സീറേ. ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത് ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ തിയേറ്റർ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. നമ്മൾ പല രീതിയിലുള്ള ഹൊറർ സിനിമകളും കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അകത്തെല്ലാം എന്താ പറയുന്നത്, മോസ്റ്റ്ലി എല്ലാത്തിനും കാണുന്നത് സൗണ്ട് വെച്ച് ജെയിംസ് കെയർ കാണിക്കുക, അല്ലെങ്കിൽ ഒരാൾ പുറകെ ഒരാളെ രൂപം കൊണ്ടുവന്ന് അങ്ങനെ പേടിപ്പിക്കുക, അങ്ങനെ പല രീതിയിലാണ് ഈ ഹൊറർ കാണിക്കുന്നത്. അതിലും എന്താ പറയുന്നത്, യക്ഷി പ്രേതം ഈ സാധനം എല്ലാം വരുമ്പോഴത്തേന് സൂപ്പർ നാച്ചുറാലിറ്റി കൂടുതലിട്ട് കട്ടിലെടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കുക, അങ്ങനെയുള്ള കുറച്ച് എലമെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്താണ് വരുന്നത്. പക്ഷേ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഒരു ഹൊറർ രീതി ഡയറക്ടർ പ്രസൻറ്റ് ചെയ്തത്, ആ വേ ഓഫ് പ്രസൻറ്റേഷനാണ് ഈ സിനിമയ്ക്ക് കയ്യടി കൊടുക്കേണ്ടത്. കാരണം ഭൂതകാലം കണ്ടത് നമുക്കറിയാം, ഭൂതകാലത്തിൻ്റെ സെയിം പ്രസൻറ്റേഷൻ തന്നെയാണ് ഈ സിനിമയിലേക്ക് വരുമ്പോഴും അത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പ്രേതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴത്തേന് തന്നെ ആകാംക്ഷയും നമ്മളൊരു വിയേർഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ്. എന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മളെ എന്തോ ഹോണ്ട് ചെയ്യുന്നൊരു സാധനം ഈ സിനിമയ്ക്കകത്തുണ്ട്. ഇതിൻ്റെ അകത്തെ ഹൊറർ സീൻസ് എന്ന് പറയുന്നത് തന്നെ എന്തോ നമുക്ക് തന്നെ ഒരു സംശയം തോന്നും. നമ്മൾ സിനിമ കഴിഞ്ഞൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ദൈവം ഇനി നമ്മുടെ റൂമിൽ ഇതുപോലൊരു ഇത് കാണുമോ, ഇനി നമ്മുടെ റൂമിൽ ഇതുപോലൊരു പ്രസൻസ് ഉണ്ടാകുമോ, ഇനി നമുക്കറിയാത്തതാണോ, അങ്ങനെ നമുക്ക് തന്നെ ഒരു സംശയം തോന്നുന്ന ലെവലിലേക്ക് നമ്മളെ എന്താ പറയുന്നത്, ഈ സിനിമ നമുക്ക് കണ്ടു കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ കിടക്കും. ഞാൻ റൂമിലൊക്കെ വന്നിട്ട് നമുക്കൊരു ഇതായിരിക്കും, നമ്മൾ ആ സിനിമ കണ്ടിട്ട് ആ സിനിമ പെട്ടെന്നൊക്കെ മനസ്സിൽ നിന്ന് പോകത്തില്ല. അങ്ങനെ കുറേ സീൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് സൗണ്ട് ഡിസൈനിങ് ഈ സിനിമയ്ക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് ആദ്യം ഒരു കാറ്റ് വരുന്ന സീനുണ്ട്. ആ കാറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തിയേറ്ററിലാണെങ്കിൽ അത് നമുക്ക് കൈ കൊടുക്കുക ഫീൽ ചെയ്യും. ആ ഒരു കാറ്റ് വന്ന് പോകുമ്പോഴത്തേന് നമുക്ക് ആ AC-യുടെ തണുപ്പും ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേന് ആ കാറ്റ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. കുറേ സാധനങ്ങളുണ്ട്. ഈ മുടിയെ കൂടി ഇങ്ങനെ കാറ്റ് ഇങ്ങനെ തട്ടിത്തഴുകി പോകുന്നത്, പിന്നെ സേർട്ട് വലിക്കുമ്പോഴത്തേനുള്ള ആ സേർട്ടിൻ്റെ എന്താ പറയുന്നത് എരിയുന്നതിൻ്റെ സൗണ്ട്, ഇതെല്ലാം പക്കായിട്ട് നമുക്ക് സൗണ്ട് ഡിസൈനിൻ്റെ അകത്ത് ഫീൽ ചെയ്യും. ജെയിംസ് കെയർ സീൻസ് ഉണ്ട്. ജെയിംസ് കെയർ സീൻസ് എല്ലാം അങ്ങനെ എനിക്ക് പേഴ്സണലി വർക്കായ 1-2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഫ്രണ്ട് ഇരുന്നൊരു ഫാമിലി ഇതൊരു കൊച്ചുകുട്ടിയൊക്കെ ആയിട്ട് വന്ന് അവരൊക്കെ ആ ചെറുക്കനൊക്കെ ഇരുന്ന് കാറിപ്പോയായിരുന്നു ആദ്യത്തെ 2-3 ഈ സൗണ്ടിൽ തന്നെ. പിന്നെ ഇതിൻ്റെ അകത്തൊരു പീക്ക് സീൻ എന്ന് പറയുന്നൊരു സീനുണ്ട്. ഒരു പയ്യൻ, അവൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്. അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഹൊറർ എലമെൻസിനേക്കാളും എന്നെ പേടിപ്പിച്ചത് ആ സീനാണ്. അത് എനിക്കെന്തോ ഇതായിപ്പോയി. ഞാൻ എൻ്റെ കയ്യേക്കാലയിലൊക്കെ ശരിക്കും നമ്മൾ തന്നെ ചില സീൻ കാണുമ്പോഴത്തേനും നമ്മുടെ കൈയൊക്കെ ഇത് പിടിച്ചു നോക്കത്തില്ലേ, ആ ലെവലിലേക്ക് ഒരു കൊണ്ടുപോയൊരു സീക്വൻസ് ഉണ്ട്. അത് വൺ ഓഫ് ദ മലയാള സിനിമയിലെ തന്നെ ഒരു പീക്ക് സീനാണത്. ക്യാരക്ടേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്യാരക്ടേഴ്സ് ഈ സിനിമയ്ക്കകത്തുള്ളൂ. അതിൻ്റെ അകത്ത് 3 പേരും അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. പ്രണവൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അഭിനയിച്ചതിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഈ സിനിമയിലാണ്. പിന്നെ ഒരു പോറ്റിയായിട്ട് വന്നിരിക്കുന്നത്. സാധാ എല്ലാ സിനിമയിലും കുറേ മഞ്ഞപ്പൊടി വാരിയിട്ട് ഈ ഹോമമൊക്കെ ചെയ്ത് നമ്മൾ വലിയ സെറ്റപ്പാണെന്ന് കാണിക്കുന്നതല്ല. ഭയങ്കര കൺവിൻസിങ് ആയിട്ടുള്ളൊരു പോറ്റിയായിരുന്നു. പുള്ളി മനുഷ്യനാണ്, പുള്ളിയുടെ എന്താ പറയുന്നത്, പുള്ളി ജോലി ചെയ്യുന്നു, ഇതിൻ്റെ എല്ലാം ഭയങ്കര കൺവിൻസിങ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു ക്യാരക്ടറുണ്ട്, അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കാണാൻ പോകുന്നവർക്ക് സ്പോയിലർ ആകും, കണ്ടവർക്ക് അത് മനസ്സിലാവും. ഈ സിനിമയിലെ ഹൊറർ എലമെൻ്റ് എന്ന് പറയുന്നത് പീക്കായിട്ട് എനിക്ക് തോന്നുന്നത് ഇൻട്രോൾ സീക്വൻസ് ആണ്. ഇൻട്രോൾ സീക്വൻസിൻ്റെ പ്രണവിൻ്റെ കിടിലം പെർഫോമൻസും അത് ബിൽഡ് ചെയ്ത് ആ എലമെൻറ്റ്സ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് അത് ഇൻട്രോവൽ പോർഷൻ വരെ കൊണ്ടുപോകുന്നത്, ഇൻട്രോവലൊക്കെ ആയപ്പോഴത്തേക്കും നമുക്കൊരു തരിപ്പാണ്. അതായത് ഒരു എന്താ പറയുന്നത്, ആകാംക്ഷയുടെ അങ്ങേയറ്റത്ത് കൊണ്ട് നിർത്തുന്ന ഒരു ഇൻട്രോവലാണ് ഇത് കിട്ടിയത്. നിങ്ങൾ ഒരിക്കലും OTTക്ക് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യല്ലേ, ജസ്റ്റ് തിയേറ്ററിൽ പോവുക, എക്സ്പീരിയൻസ് ചെയ്യുക. അതാണ്. ഇതൊന്നും എന്താ പറയുന്നത്, വീട്ടിലൊരു TVയിലോ ഒരു ഫോണിലോ ഹെഡ്സെറ്റോ വെച്ചൊന്നും കണ്ടാൽ നമുക്ക് ആ ഫീൽ കിട്ടത്തില്ല. ആ ഒരു ഇതിൽ ഫുൾ അറ്റ്മോസ്ഫിയർ നമ്മളിത് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലൊന്നും അത് വേറൊരു സാധനമാണ്. ഇത് സാധാ ഹൊറർ പടം പോലെ അല്ല. ഇതിൻ്റെ അകത്ത് പ്രേതം മറ്റേ വെള്ള സാരിയോ ഡ്രസ് കോഡോ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്ത് പ്രേതത്തിനെ കാണിക്കുന്ന പോലും അങ്ങനെ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. കയ്യോ ജസ്റ്റ് ആ ഒരു ഇത് കാണിക്കുന്നതൊക്കെ ഉള്ളൂ. എങ്കിലും നമുക്കൊരു എന്താ പറയുന്നത്, നമ്മുടെ കൂടെ ഒരു പ്രേതം ഉണ്ടാകുമോ, ഇനി നമ്മുടെ വീട്ടിലും ഇതുപോലെ ഒരാളുണ്ടാകുമോ എന്ന രീതിയിൽ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മേക്കിംഗ് ആണ്. ഈ സിനിമയെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. ഈ ഹൊറർ എലമെൻറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ പോവുക, കാണുക, എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ.